ബേബി, നല്ല അടിപൊളി ചിക്കൻ കറിയും അതിന്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജീര റൈസ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഡിന്നർ നമുക്ക് അങ്ങ് അടിച്ച് പൊളിക്കണം. ഓക്കെ? ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പൊ ഇന്നത്തെ ഡിന്നർ കുശലായി അല്ലേ? പിന്നെ അല്ലാതെ. അപ്പൊ പിന്നെ ഷബി, ഒരു കാര്യം, ഇന്ന് സാറ്റർഡേ അല്ലേ? ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ചർച്ചില് പിള്ളേര് ഒരു ബാഡ്മിന്റന്റെ മാച്ചിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഐ ഗെസ് 8:30 10:30 സ്ലോട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ആഫ്റ്റർ ദ മാച്ച് ഐ ഷുഡ് ബി ഹോം ബൈ 11 o'clock. കുറച്ച് ലേറ്റ്. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട ഫോർ ഡിന്നർ. നിങ്ങൾ കഴിച്ചോ. എനിക്ക് വേണ്ടിയുള്ള ജസ്റ്റ് ടേബിൾ എടുത്ത് വെച്ചാൽ മതി. ഞാൻ വന്നിട്ട് എടുത്താൽ കഴിച്ചോളാം. ഓക്കെ? ആഹാ, വെരി ഗുഡ്. ഓ, അങ്ങനെ വരട്ടെ. അതാണല്ലേ പതിവില്ലാതെ നിന്ന് കിച്ചണിൽ കയറി കുക്കിംഗ് ഒക്കെ നടത്തിയത്. നിങ്ങൾ കിച്ചണിൽ കയറിയപ്പോഴേ എനിക്ക് എന്തോ വശവശമുണ്ടെന്ന് എനിക്ക് തോന്നിയത്. ഒരു ചപ്പാത്തി ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ നിങ്ങൾ ഓടി താഴെ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആളാണ്. ഇന്ന് കിച്ചണിൽ കയറുന്നു, ജീര റൈസ് ഉണ്ടാക്കുന്നു, ചിക്കൻ കറി ഉണ്ടാക്കുന്നു. അപ്പൊ ഇതായിരുന്നു കാര്യമല്ലേ? അങ്ങനൊന്നും അല്ല കേട്ടോ. ഇനി ഞാൻ ആകെപ്പാടെ മാസത്തിൽ 1-2 പ്രാവശ്യമേ ബാഡ്മിന്റൺ കളിക്കാൻ ഞാൻ പോകത്തുള്ളൂ. ഇതിപ്പോ ഞാൻ ഓൾമോസ്റ്റ് 2 months ആയി പോയിട്ട്. 2 महीने के बाद जाओ यार. इतना तो चलता ही है ना. हाँ, चलता है, सब चलता है. പക്ഷെ നിങ്ങൾ ആണുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകാം. സുഖ ജീവിതമാണല്ലോ നിങ്ങളുടേത്. എവിടെ വേണമെങ്കിലും പോകാം, എവിടെ വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും പോകാം. ആരും ചോദിക്കാനില്ല, പറയാനില്ല. ഞങ്ങളുടെ കാര്യം അങ്ങനെയാണോ? കല്യാണം കഴിച്ച് വന്നതോടെ എന്റെ കൂട്ടുകാർ പോയി, എന്റെ വീട്ടുകാർ പോയി, എന്റെ ബന്ധക്കാർ പോയി, സ്വന്തക്കാർ പോയി, എല്ലാം പോയി. വീട്ടിൽ ഇങ്ങനെ ഇരുന്നോണം, ഓരോ പണിയും ചെയ്തോണം. നിങ്ങൾക്ക് സുഖമാണല്ലോ, സുഖിച്ചോ, നിങ്ങളൊന്ന് സുഖിച്ചോ. അതിപ്പോ നിനക്ക് കൂട്ടുകാരില്ലാത്തത് എന്റെ തെറ്റാണ്. എല്ലാ കാര്യത്തിനും ഇങ്ങനെ കയറി ഓവർ റിയാക്ട് ചെയ്യില്ല എന്റെ ഫിബി, പ്ലീസ്. ഓഹോ, ഇനി ഓവർ റിയാക്ടിങ് അല്ലേ? ഞാൻ എന്റെ സങ്കടം എന്ന് പറഞ്ഞാൽ അത് ഓവർ റിയാക്ടിങ്. ഞാൻ എന്റെ സങ്കടവും ദേഷ്യവും വിഷമവും പരിഭവവും ഞാൻ ആരോടാ ഒന്ന് പറയുന്നത്? എന്നോടൊന്ന് പറ. എന്റെ ജീവിതം ഇങ്ങനെ വീട്ടുജോലിയും ചെയ്ത്, കൊച്ചുങ്ങളുടെ ജോലിയും ചെയ്ത്, ഓഫീസിലെ ജോലിയും ചെയ്ത് തീരത്തേ ഉള്ളൂ. എന്റെ ഒരു ഗതികേടെ. ഇടി, നീ ഒന്ന് അടങ്ങ്, ഞാനൊന്ന് പറയട്ടെ. ഇനി എന്ത് പറയാനാ ഇതിനകത്ത്? നിങ്ങൾ കൂട്ടുകാരോട് പോയി കളിച്ചിട്ട് വാ. കളിച്ച് അടിച്ച് പൊളിച്ച് പയ്യെ വന്നാ മതി കേട്ടോ. ഫിബി നിർത്ത്, ഞാൻ പോകുന്നില്ല കളിക്കാൻ. ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞേക്കാം ഞാൻ വരുന്നില്ല. മതിയോ? അച്ഛാ, താഴെ പോയി പപ്പടം വാങ്ങിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഞാൻ ജീര റൈസിന്റെയും ചിക്കൻ കറിയുടെയും കൂടെ പപ്പടം കൂടെ വറുത്ത് തരാം. ഓക്കെ?